guys, welcome back to Beatbox. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെമ്മറി ടെസ്റ്റ് ചാലഞ്ച്. ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കാണിച്ചോട്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചാർലി പുതിയ ടാറ്റു ഒക്കെ അടിച്ചത്. ഗൈസ് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ടാറ്റോന്റെ കേസ് നമ്മുടെ ചാലഞ്ച് മെമ്മറി ടെസ്റ്റ് ചാലഞ്ച്. അതായത് മെമ്മറി ടെസ്റ്റ് ചാലഞ്ച് ആണ്. ചാർലിന്റെ കയ്യിൽ ടാറ്റു അടിച്ച ഏത് പൂവാണ് അത്, അതാണ് പറയുന്നത്. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ക്രൂ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് പിക്ചേഴ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അതിനുള്ളിൽ കുറച്ച് പസിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ ക്രൂ ചോദിക്കുന്നതിന്റെ ഉത്തരമായിട്ട് നമ്മൾ കറക്റ്റ് എഴുതണം. മനസ്സിലായോ? ക്രൂ സെറ്റ് ആക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 5 സെക്കൻഡ്സ് മാത്രമേ കാണിച്ചു തരുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ നമ്മൾ മാസ്റ്റർ ബ്രെയിൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ബ്രെയിനിൽ കേട്ടാ മാസ്റ്റർ ബ്രെയിൻ. ഹാപ്പി ഗൈസ്. അപ്പോൾ 5 സെക്കൻഡ്സിനുള്ളിൽ അത് തിരിച്ചു മാറ്റുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം നമ്മുടെ ക്രൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഉത്തരം നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് പേനയും പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതായിരിക്കും. സോ അതിലാണ് ഗൈസ് നമ്മുടെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. സോ അതിന് വേണ്ടി നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് പേപ്പർ പേന സംഭവം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ക്രൂവിന്റെ ഭാഗത്തുനിന്ന് ആദ്യം ഫോട്ടോ വരണം, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒരു ഫോട്ടോയിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ തോന്നിയ പോലെയാണ് ഗൈസ് ക്രൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാം. അയ്യോ 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 അയ്യോ, മെമ്മറി വേണം ബ്രോ, ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ കാണിച്ചു കൊടുക്കരുത്. ഞാനത് മാത്രം നോക്കും. അയ്യോ, ഈ ഷൂ ഏത് നമ്പർ ബോക്സിനാണോ ഉള്ളത്? കാണിച്ചേക്കും. നമ്മൾ ഉത്തരം പറഞ്ഞ പോരെ? കൊമ്പം പറയട്ടെ. 2 ആണോ? ഏത് ബോക്സിലാണ് ഈ പള്ളി ഉള്ളത്? എന്റെ തെറ്റാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ചാല് പറയണോ? വേണ്ട, നീ പറഞ്ഞു. പറഞ്ഞോ? എന്ത് 6ആണോ? ഈ ബിൽഡിംഗും ജോക്കർ കാർഡും രണ്ടും ശരിയായാലും മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, എന്റെ ശരിയാണോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ പറയാം 2 and 5 ആണോ? നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെന്ന് ഞാൻ പറയുന്നത്. നേരത്തെ കാണാപ്പാടാക്കി പഠിപ്പിച്ചോ? ക്രൂ പഠിപ്പിച്ചു. ട്യൂഷൻ ഉണ്ടായിരുന്നോ? ക്രൂ പഠിപ്പിച്ചു. 5 ദിവസം ട്യൂഷന് പോകുന്നുണ്ട് ഇതിനു വേണ്ടി. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. അടിപൊളി പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ബോൾ ഏത് നമ്പർ ബോക്സിലാണ് ഉണ്ടായിരുന്നത്? ആൻസർ പ്ലീസ്. 5 ആണല്ലോ. 5 അല്ലേ? അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ടെണ്ണം ഏതിലാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് വെയിറ്റ് വരിക എല്ലാവരും എഴുതിയാണ്. അപ്പൊ 3 and 4 ശരിയാണോ? മംഗലം തിരികൾ 3-7. നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ? ഇതിങ്ങനെ കൂടി 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 വരും. അങ്ങനെ വേണ്ടായിരുന്നു. സമയം കൂടുതൽ തരണം. അത് സമയം കൂടുതൽ തരട്ടെ. ഇതൊക്കെ 10 സെക്കൻഡിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നമ്പർ 1. വോൾക്കാനോ ആൻഡ് ബെൽ. തെറ്റത്. എല്ലാരും എഴുതിക്കാനോ? മ്യൂസിക് പറഞ്ഞു. 1-5 ആണോ? അല്ല, ഉത്തരം പറഞ്ഞു. 2-5 ആയിരിക്കും. 7-6 അല്ലേ? അല്ല. 5-7 ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ കാണിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പെണ്ണ് 5-ലാണ്. 5 ഇവിടെ. ക്വസ്റ്റ്യനിൽ ആദ്യം വോൾക്കാനാണ്. വോൾക്കാന 7 മനസ്സിലായോ? ആദ്യം കാണിച്ച പിക്ചറിൽ ഫിഷ് ഏത് ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്? കുരുവികൾക്ക് മംഗലം. എന്റെ തെറ്റാള്. അയ്യോ, തെറ്റിപ്പോയി. അതല്ല. കേനോ കേനോ
കൊമ്പനും കൂടി ബാക്കിയുണ്ട്. കാണിച്ചു തരാതെ എഴുതു കേട്ടോ. ഇനി തിരുത്താനുള്ള സമയമില്ല കേട്ടോ. ഇനി തിരുത്താനുള്ള സമയമില്ല. ഇത് കഴിഞ്ഞാൽ തിരുത്താൻ പാടില്ല. ആ കൊമ്പൻ പറഞ്ഞു. രണ്ടാണോ? അല്ല. 3. അയ്യോ തെറ്റിയല്ലോ. ആ സ്ട്രീക്ക് പോയി. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്റെ പൊന്നു, അസ്ഥിക്കൂടവും മല ഇതൊക്കെ ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നു. അസ്ഥിക്കൂടം മല. നിക്കട്ടോ സാധനം വേണ്ട, ക്വസ്റ്റ്യൻ ആയിട്ടില്ലേ. ഓട്ടെ സാരില്ല, തെറ്റാലും കുഴപ്പമില്ല. 6 വരും. അല്ല, 5-7. ഞാൻ 3-7 എഴുതടാ. ഞാൻ 5-7 അത് എഴുതിയിട്ട് 6 ആക്കിയതാ. എനിക്ക് ആ സ്കെൽറ്റൻ മാറിപ്പോയതാ. ആണോ? തെറ്റിപ്പോയി. Question number 2. അയ്യോ അത് മറന്നുപോയി. മറ്റേ ക്വസ്റ്റ്യൻ മറന്നു. എനിക്ക് 2 നമ്പർ ഡൗട്ട് ഉണ്ട് ഗൈസ്. എന്താ ഞാൻ എഴുതി വെക്കാം. അതിന്റെ എനിക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിന്റെ അകത്ത് എന്താ ഇരിക്കുന്നതെന്ന്. എല്ലാരും ഇരിക്കുന്നു. 4. 6. 6 answer. ആ പുതിയ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? ആദ്യം കാണിച്ച ഫോട്ടോയിൽ ഈ ഒബ്ജക്ട് ഏത് ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്? എന്റെ ഗസ് ശരിയാവുന്നില്ല. ഞാൻ ഗസ് ചെയ്യാണ് ഗസ്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഞാൻ ഗസ് ചെയ്യാണ്. ആൻസർ 2. 3. ഞാൻ H. 3. എനിക്ക് പല ഗസ് ആണ്. മറന്നു പോയടാ അത്. ആൻസർ കുറെ നേരമല്ലേ. നെക്സ്റ്റ് സെക്ഷൻ. Question number 1. ഇത് ഒന്ന് ശരിയാവും ഒന്ന് തെറ്റാവും. അതാണ് എന്റെ ഒരു വിശ്വാസം. കേനാ ഇത് കേനാ 5-4. 2-4. അയ്യോ ശരി ശരി അതാ 2-4. അമ്മേ പെട്ടെന്ന് കഴിക്കാൻ മറന്നു. ഡയമണ്ടും ഫുഡ് സ്റ്റെപ്പും. എടാ ഡൗട്ടാ ഗൈസ്. ഇതില് ഒന്ന് ശരിയാവും ഒന്ന് തെറ്റാവും. ഇതിൽ ചിലപ്പോൾ 2 തെറ്റാവും. എല്ലാരും ഇത് കഴിഞ്ഞാ ഇത്ര പെട്ടെന്നോ? 7-1. 6-2. 6-2. 1-6. ആണ്ടാ എന്റെ ഒന്ന് ശരി ഒന്ന് തെറ്റിയായി. ഡയമണ്ട് എത്രയാ? ഒരു മാർക്ക് തരാം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സിമ്പിൾ ഏത് ബോക്സിലാണോ ഉണ്ടായിരുന്നത്? ഓക്കെ എഴുതി. എഴുതിയോ? പറഞ്ഞോളൂ. 8. കുറെ നാളുകൾക്ക് ശേഷം പറഞ്ഞ് ശരിയാക്കി പോലെ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഗാനമേള ചാലഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എടാ മറന്നു പോ, പെട്ടെന്ന് ചോദിക്ക്. സെക്ഷൻ ആണോ? ഭാഗ്യ സെക്ഷൻ വേറെ. ആ കൊള്ളാടാ നീ കൊള്ളാ കേട്ടാ. എനിക്കറിയില്ല. ഞാനൊരു ഗസ് അടിച്ചതാണ്. ഞാനും ഗസ് അടിച്ചു. എന്റെ ഉത്തരം ശരിയാവുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. 8 ആണോ? 8. ഞങ്ങൾ ഇച്ചിരി പുലികളാ. എന്തായാലും എല്ലാം തെറ്റിന്ന് ഉറപ്പാണ്. കാണി ഞാൻ കണ്ടിട്ടില്ല. ഈ ആള് തലയിൽ ബ്ലാക്ക് ഒന്ന് കാണിച്ചേ. കാണിച്ചാണ്. ഏതാണ്? 6. കണ്ടിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് കാണിക്കാൻ സാധനം? എന്താണ്? ഞാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു? ഇത് എന്റെ തെറ്റായിരിക്കും. ഇത് എന്റെ തെറ്റാനാണ് ചാൻസ് കൂടുതൽ. 10. തെറ്റും. എടാ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ 2 കണ്ടത് വേറെ ആണോന്ന് തോന്നി.
ക്വസ്റ്റ്യൻ ചോദിക്ക്, പെട്ടെന്ന് ചോദിക്ക്. പാൽ ബോട്ടിൽ ഏത് നമ്പർ ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്? ആ ചാലിനെ കണ്ടു. പറയാം. പറയൂ. പറഞ്ഞു. 2. അടുത്ത ക്വസ്റ്റ്യൻ. ഈ രണ്ട് സാധനം ഏത് നമ്പർ ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്? കിട്ടാ മാറ്റില്ലേ? പറഞ്ഞോളൂ. 7 and 10. 37. അയ്യോ 37. 37. 37 ആണ്. നെക്സ്റ്റ് അടിപൊളി. ഓടി സംഗേ. ആൻസർ പറയടാ. പറഞ്ഞോളൂ. 6. ഒന്ന് എഴുതിയ തെറ്റിപ്പോയി. ഒന്ന് ശരി. ഞാൻ ഒന്നാണ് 6 ആണോ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഗൈസ് വി ആർ ഗോയിങ് ഫോർ നെക്സ്റ്റ് സെക്ഷൻ. എല്ലാവരുടെ ബുദ്ധി ഉദിച്ചതുകൊണ്ട് കിളി പോയിരിക്കുന്നു എല്ലാവരും. എന്താടാ ഇത്? Question number 1. Helmet and spider. എന്റെ തെറ്റാൻ ചാൻസ് ഉണ്ട്. Answer പറഞ്ഞോ. 8 9. ഞാൻ 2-9 എഴുതി. അതെ 2 9 കറക്റ്റാ. Me and Charlie got mark. Okay, next one. ഇത് ബുദ്ധി വെച്ചിട്ടുള്ള കളിയാണ്. ബുദ്ധി വെച്ചിട്ടുള്ള കളിയാണ്. അത് മറന്നു പോയത്. കൊമ്പൻ ആൻസർ പറയുന്നതായിരിക്കും. ഇത് വെരി ഹാർഡ് ആണല്ലേ? ആ മൂലയ്ക്ക് വെരി ഹാർഡ് എഴുതിയിട്ടുണ്ട്. വെരി ഹാർഡ് റൗണ്ടാ. 4 അല്ല 5. 5 പോടാ. അതാ ഇനി ഉണ്ടായില്ല ക്വസ്റ്റ്യൻ. കാണി പെട്ടെന്ന് പെട്ടെന്ന്. ലാസ്റ്റത്തെ എന്താ? ഡ്രാഗൺ. ഇതൊക്കെ ഉണ്ടായിരുന്നോ? തെറ്റാൻ ചാൻസ് ഉണ്ട് എനിക്ക്. 6 8. 4 8. സമാധാനം ബാക്കിയൊക്കെ മറന്നൊക്കെ. നെക്സ്റ്റ് സെക്ഷൻ. എന്താ ഇത്? Question number 1. ഈ രണ്ട് വിഭവം ഏതിലായിരുന്നു? ലാസ്റ്റത്തെ എന്തുവാ? അതെന്താ കാണുന്നില്ല. ഞാൻ ഒരു ഗസ് അടിക്കാം. ഒരെണ്ണം ശരിയാവും. എന്റെ പറഞ്ഞ ശരിയാണെന്നാണ് എന്റെ വിശ്വാസം. 3 and 4. 3 7 4 9. 3 7. അടുത്ത ഈ റൈറ്റ് ഏത്? ഇതൊക്കെ എങ്ങനെയാണ് തൈര്? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അറിഞ്ഞൂടാ. ആലോചിക്കാനൊന്നുമില്ല. ഏതെങ്കിലും നമ്പർ എഴുതി. പറഞ്ഞോ. 9 ആണോ? 6 9 9. എനിക്ക് അറിഞ്ഞൂടാ. ഇനി നിന്നെ പോലെ അടുത്തത്. അടുത്ത് 3 ചിത്രം ഉണ്ടെങ്കിൽ നിന്നെ വെട്ടു ഞാൻ. അണ്ടെന്നിട്ട് ഇതെങ്ങനെ എനിക്ക് ശരിയാക്കണം? ഇതെങ്ങനെ എനിക്ക് ശരി? എന്നാ നീ പറ. 2 10 ആണോ? 2 10 ആൻസർ. ടിക്കട് കൊറേ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ ശരിയാക്കി. ചാർലി ജയിച്ചു ഗൈസ്. ഓളി ഏറ്റവും കൂടുതൽ ബ്രെയിൻ. ഇതിന് സെയിം ക്വസ്റ്റ്യനാ? മറന്നു. എന്താ? എനിക്കറിയില്ല. ഞാൻ മറന്നുപോയി അതൊക്കെ. ഞാൻ ഒരു ഗസ്റ്റ് അടിച്ചാണ്. എനിക്ക് ശരിയാന്ന് ഉറപ്പില്ല. മിക്കവാറും എനിക്ക് റിഗ്രറ്റ് അടിക്കും. കാരണം ഞാൻ ഒന്ന് എഴുതാൻ വെച്ചിട്ട് അത് എഴുതാണ്ട് മറ്റേത് എഴുതിക്കാണ്. മിക്കവാറും അതായിരിക്കും ശരി. ചാർലി പറ. 4 ആണോ? 4 ആണോ? തെറ്റിയില്ലേ? ഗൈസ് നമ്മുടെ ബ്രെയിൻ ടെസ്റ്റ് ചാലഞ്ചിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഇപ്പൊ ആരാണ് മാർക്ക് കൂടുതൽ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആരാ ജയിക്കാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നോക്കാം ഗൈസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിം പിക്ചറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാണിച്ചോ. എന്റെ തെറ്റാ. ഇതിനെ കണ്ടതൊന്നും എല്ലാവരും ശരിയാ. എല്ലാവരും ഞാൻ ശരിയാക്കുന്നില്ല. എന്റെ എന്തായാലും ശരിയാ. 6 8 ആണോ? 3G. നീ അവിടെ തന്നെ നോക്കിയാലേ. 6 8 ആണോ? ഞാൻ എന്തായാലും ശരിയാ. നോക്കിയാ നോക്കിയാ. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി 28 ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ മാർക്ക് കിട്ടാം. കൊമ്പന്റെ മാർക്ക് ഉണ്ട് 18 മാർക്ക്. 19. 17 19. ചാനല് 22 മാർക്ക് ഉണ്ടാവും. ഞാനാ പറയുന്നത്. ചോറ് ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. വേണ്ട കാര്യത്തിലൊന്നും ഉപയോഗിക്കൂല. അതുമില്ല ഇതുമില്ല.
നിന്റെ കളിയൊക്കെ ഇത് മേടിച്ചെങ്കിൽ ഞാൻ പറയാം. ഇതിനേക്കാൾ ഒന്ന് ഇവിടെ ഉണ്ട്. ഒന്നല്ലേ ഉള്ളൂ. നീ ഇത് പാതി ഇടാത്തല്ലടാ. നോക്കി നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ഇതിന്റെ വ്യത്യാസമുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ബ്രെയിൻ ടെസ്റ്റ് ചാലഞ്ച് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്ന അതുവരെ